ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് അങ്ങനെ വലിയ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലായിരുന്നു. അറിയാമല്ലോ, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞാനും ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ട് അധികം ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർക്കൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു. എൻ്റെ ഹെയർ മൊത്തത്തെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ കീമോ ചെയ്ത സമയത്ത് പല ഭാഗങ്ങളിലായിട്ട് ഹെയർ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഹെയർ പോകുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് കുറവാണ്. കാരണം എനിക്ക് എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഹെയർ പോകുമ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമവും അതേപോലെ തന്നെ ഒരു കോൺഫിഡൻസ് കുറവ് സത്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെയർ കളയണ്ട, പോകുന്നേരം അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചിരുന്നിട്ടാണോ എന്നറിയില്ല, എൻ്റെ തലയിൽ മൊത്തം ഫംഗൽ ഇൻഫെക്ഷനായിട്ട് ഫുള്ള് പുണ്ണ് വന്നിരിക്കുന്നു. അങ്ങനെ പുണ്ണ് വന്നിട്ട് പൊട്ടി പൊട്ടി ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നെ വെച്ചുകൊണ്ടിരുന്നതിനാൽ തീരെ മുടി കളയാൻ പറ്റാത്ത ഒരവസ്ഥയാവും, കുറച്ചും കൂടി അവസ്ഥ മോശമാവും, അതുകൊണ്ട് എന്തായാലും കളഞ്ഞേ പറ്റുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു എന്തുകൊണ്ടാണ് അവൾ മുടി കളയാത്തത്, കൂടുതൽ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നൊരു അവസ്ഥയായിപ്പോയി. കാരണം എനിക്ക് ആരും ഫേസ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിട്ട് തോന്നിയില്ല. കാരണം എൻ്റെ മക്കളുണ്ട് ഇവിടെ. അപ്പോൾ മക്കളെ മുമ്പിൽ എനിക്കങ്ങനെ മുടിയില്ലാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ദിവസവും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അത് നാളെ ആവട്ടെ എന്നിങ്ങനെ പറഞ്ഞു അവസാനം ഞാൻ പോയി മുടി കളഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടി കളയാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു പാർലറിലായിരുന്നു പോയത്. ഇതിന് മുമ്പ് പോയപ്പോൾ ഹെയറിൽ ബ്ലേഡ് വെച്ച സമയത്ത് ഇങ്ങനെ ബ്ലഡ് വരുന്നതുകൊണ്ട് അവർ പറഞ്ഞു ഇപ്പം ചെയ്യണ്ട, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ പോയി. എൻ്റെ ഇക്കാൻ്റെ അനിയനാണ് എൻ്റെ കൂടെ വന്നത്. അപ്പം ഹസ്ബൻഡിന് അത് കാണാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അനിയനെ കൂട്ടിയിട്ട് വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ പോയിട്ട് മിററിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ കണ്ണടച്ച് ഞാൻ അങ്ങ് ഇരുന്ന്. പിന്നെ എൻ്റെ തലേൻ്റെ മുകളിൽ ഡ്രിമ്മർ വെച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് അങ്ങനെ കരച്ചിൽ വന്നു. കരഞ്ഞിട്ട് പിന്നെ ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹിജാബിൻ്റെ അടിയിലിടുന്ന ക്യാപ്പ് ഉണ്ടല്ലോ, ഞാൻ മുമ്പ് ഇടലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്യാപ്പ് ഇട്ടിട്ട് പിന്നെ പാർലറിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ മിറർ നോക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ അങ്ങ് നിന്ന്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാണ്ടായിപ്പോയി. അപ്പം പിന്നെ അങ്ങനെ പിന്നെ ഞാൻ ഹെയറൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപ്പ് ഇടരുത് എന്ന്. കാരണം എൻ്റെ തലയിൽ ഫുള്ള് ഫംഗലായിട്ടുണ്ട്. അതേപോലെ തന്നെ പുണ്ണ് വന്നിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അത്രയ്ക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ പുണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലഡ് പൊട്ടി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാപ്പും കാര്യങ്ങളൊന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ എപ്പോഴും തലയിൽ കുറച്ച് മോയ്സ്ചറൈസർ ആയിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും തേച്ച് വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ജെൽസൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ബ്ലീഡിങ് ആവുന്നതിനുള്ള ടാബ്ലറ്റ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നല്ലപോലെ ഉണ്ടേനു, ഫേസ് ചെയ്യാനുള്ള വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ തന്നെ കുറേ ക്യാൻസർ പേഷ്യൻസിൻ്റെ സർവൈവേഴ്സിൻ്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു അവർക്കൊക്കെ പറ്റുവാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും പറ്റണമല്ലോ എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഞാനും മൂവ് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഹെയർ വരുന്നവരും ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ വരാത്ത രീതിയിൽ, മീൻസ് ഹെയർ കുറച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കളയണം. പിന്നെയും വരുമ്പോൾ അതിങ്ങനെ കളഞ്ഞ് ആ ഒരു തലയിലുള്ള ഇത് കംപ്ലീറ്റ് പോയിട്ട് മാത്രമേ ഹെയർ വളർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരിക്കും ഭയങ്കര വിഷമമായിപ്പോയി. ഞാനിങ്ങനെ ഹെയർ പോയാലും കുഴപ്പമില്ല വരുമല്ലോ എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ നല്ല മക്കൾ പോയപ്പോൾ പിന്നെ പറയണ്ടല്ലോ, മൊത്തത്തിൽ ആകെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ മരിച്ച വീട്ടിലെങ്ങനെ ഇരിക്കുന്ന അതേ ഒരവസ്ഥയായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയി, പിന്നെ ഇപ്പം വന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓരോ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെമറ്റോളജി ഡോക്ടറെ ക്ലിയറൻസ് കിട്ടി. അവർ പറഞ്ഞത് മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അവർക്ക് ഒന്നും കൂടുതലായിട്ട് ചെയ്യാനില്ല. ആകെയുള്ള ഒരു ഓപ്ഷന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആണ്. അതെന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ അന്നേ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവരതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് ഇപ്പോൾ ഇല്ല. പിന്നെ ബാക്കിയുള്ള ഡോക്ടേഴ്സ് ന്യൂറോളജി ഡോക്ടർ, കാർഡിയോളജി ഡോക്ടർ, പൾമനോളജി ഡോക്ടർ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്ട്രോക്ക് വരാണ്ടിരിക്കാനുള്ളതും
അറ്റാക്ക് വരാണ്ടിരിക്കാനൊക്കെ ഉള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇഞ്ചെക്ഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. 2 വീക്സ് കൂടുന്ന സമയത്ത് 22,000 രൂപേൻ്റെ ഒരു ഇഞ്ചെക്ഷനാണ് അത്. റെപ്പാത്ത ഷുവർ ക്ലിക്ക് എന്ന് പറയും ആ ഒരു ഇഞ്ചെക്ഷന്. അപ്പോൾ ആ ഒരു ഇഞ്ചെക്ഷന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാസ്ട്രോആൻട്രോളജിൻ്റെ ഡോക്ടറെ കണ്ടു. അവർ പറഞ്ഞത് ഇനി അടുത്ത കൊളനോസ്കോപ്പി ചെയ്യണമെന്നാണ്. കൊളനോസ്കോപ്പി ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് റിസ്ക് ഉണ്ട്. പൾമോൻ്റെ ഭാഗത്തുനിന്ന് ക്ലിയറൻസ് കിട്ടിയിട്ട് മാത്രമേ അവർ കൊളനോസ്കോപ്പി ചെയ്യുള്ളൂ. കാരണം കൊളനോസ്കോപ്പി കുറച്ചും കൂടി ഒരു റിസ്ക് ഉള്ള ഒരു സ്കോപ്പിയാണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു ക്ലിയറൻസ് കിട്ടണം. പിന്നെ ന്യൂറോൻ്റെ ഡോക്ടർ സ്ട്രോക്ക് വരാണ്ടിരിക്കാനുള്ള ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ടുള്ള ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ് മെഡിസിൻസ് ചെറിയ ഡോസിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കി ഡോസ് കൂട്ടും. അതിൻ്റെ കുറേ സൈഡ് എഫക്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ വെയിറ്റ് നല്ല കുറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് റൊമറ്റോളജീൻ്റെ ഭാഗത്തു നിന്നാണ് അറിയേണ്ടത്. അപ്പോൾ റൊമറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുറേ ഇവാലുവേഷൻസ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ കുറേ ടെസ്റ്റുകളൊക്കെ പെൻഡിങ്ങിലാണ് ഉള്ളത്. നമുക്ക് വിചാരിച്ചൊരു എമൗണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ ഇവാലുവേഷൻസ് ഒക്കെ പെൻഡിങ്ങിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത്. ഫണ്ട് റെഡിയാക്കിയിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഇൻഷാ അല്ലാഹ്. അപ്പം ഇപ്പോഴത്തെ നിലവിലെ അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൂപ്പർ ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് ഇങ്ങനെ ഏത് സമയത്തും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടൊരവസ്ഥയാവേണ്ട തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി പോയപ്പോൾ അത്രയും വലിയ ദുരന്തമാണെന്ന് അറിഞ്ഞില്ല. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി എമർജൻസി പോയ സമയത്ത് ഫസ്റ്റ് അവിടെ ECG എടുക്കാൻ വന്ന ഡോക്ടർക്ക് ECGൻ്റെ മെഷീൻ എവിടെ വെക്കേണ്ടതെന്ന് പോലും അറിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ ECGൻ്റെ മെഷീന് കയ്യിൽ വെക്കേണ്ടത് കാലിലും വെക്കേണ്ടത് കയ്യിലൊക്കെ വെച്ച് അങ്ങനെ പിടിപ്പിച്ച് ECG എടുത്തിട്ട് പോയത്. ECG എടുത്തപ്പോൾ അബ്നോർമൽ ECG ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ പിന്നെ അവരെൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ പറഞ്ഞു. അപ്പോൾ കൺസൾട്ടേഷൻ ഇരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഓൾറെഡി ത്രോംബോട്ടിക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല ടെസ്റ്റുകളും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ 12,000 റുപ്യേൻ്റെ ടെസ്റ്റുകൾ ചെയ്യിപ്പിച്ചു. കാരണം പിന്നെയും റിസൾട്ട് കിട്ടാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറയാണ് വേറൊരു ടെസ്റ്റും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ആ ടെസ്റ്റിന് ഏകദേശം 12,000 രൂപ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഡെയിലി ഇങ്ങനെ വന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലെ ഇതിന് എന്താണ് ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരടുത്ത് പറയുകയും ചെയ്തു, ഡോക്ടറെ ഞാനെന്നാൽ വീട്ടിൽ പോയിട്ട് വരട്ടെ, കാരണം 3 മണിക്കൂർ ഓൾറെഡി ഫസ്റ്റ് വന്നപ്പോഴുള്ള ടെസ്റ്റിന് എടുക്കുമെന്ന് പറഞ്ഞിട്ട് 3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോയിട്ട് പിന്നെയും പറഞ്ഞു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണോ. അങ്ങനെ അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ എന്നാൽ പിന്നെ വീട്ടിൽ പോയിട്ട് വരട്ടെ. അപ്പോൾ വീട്ടിൽ പോയിട്ട് വരാൻ സമ്മതിക്കുന്നില്ല. ബിക്കോസ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം മക്കൾ പോകാൻ 2 ദിവസമേ ഉള്ളൂ. എനിക്ക് വേദനയും വന്നുപോയി, ഹോസ്പിറ്റലിൽ പോയല്ലോ എന്നായിപ്പോയി. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ചെസ്റ്റിൻ്റെ പെയിൻ വന്നിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ചെസ്റ്റ് പെയിൻ വന്നിട്ട് ഇതുവരെ അതിനൊരു മെഡിസിനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ചെസ്റ്റ് പെയിൻ വരുമ്പോൾ ഫസ്റ്റ് തരുന്ന മെഡിസിനാണ് എക്കോസ്പിരിൻ. കാരണം ഓൾറെഡി ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഫസ്റ്റ് തരുന്ന മെഡിസിനാണ് എക്കോസ്പിരിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു എക്കോസ്പിരിനോ അല്ലെങ്കിൽ പൊട്ടെ ഒരു പാരസെറ്റമോൾ പോലും എനിക്ക് തന്നിട്ടില്ല. ഇത്രയും ടൈമായിട്ട് ഓരോ ഒബ്സർവേഷൻ റൂമിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബെഡിലോ ഒബ്സർവേഷൻ ചെയ്യുമോ ഒന്നും ചെയ്തിട്ടില്ല. നോർമൽ എനിക്ക് സാച്ചുറേഷൻ 88 ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ആവുന്നുണ്ടോയെന്ന് പോലും നോക്കുന്നില്ല. അപ്പോൾ അത്രക്കും ഒരു ഇതിനകത്താണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, പിന്നെ നിങ്ങളൊരു നോർമൽ പേഷ്യൻ്റ് അല്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ട്രോമ ഉള്ളതാണ്, അപ്പം നമുക്ക് എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് മാത്രമേ മെഡിസിൻ പ്രിഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉള്ള ആളാണെന്ന് അറിയാലോ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു കൺസിഡറേഷൻ തരണ്ടേ. ഇപ്പം എനിക്ക് നോർമൽ അല്ലാത്ത ഒരു പേഷ്യൻ്റായ എനിക്ക് അത്രയും ഒരു കൺസിഡറേഷൻ തരുന്നില്ലെങ്കിൽ ബാക്കിയുള്ള പേഷ്യൻസിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ എമർജൻസിയിൽ അവിടെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് കേട്ടോ പറഞ്ഞത്, അല്ലാണ്ട് OPD പോയാലുള്ള കാര്യങ്ങളല്ല. OPD പോയി കഴിഞ്ഞാൽ എല്ലാം പക്കാ ക്ലിയറാണ്. അവരപ്പം എല്ലാ ടെസ്റ്റുകളും എല്ലാ കാര്യങ്ങളും അവരപ്പം തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ എമർജൻസിയിൽ പോയി കഴിഞ്ഞാൽ വളരെ ദുരന്തമാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് 2:30 മണിക്ക് ഉച്ചക്ക് പോയിട്ട് ഞാൻ രാത്രി 12:30 മണിക്കാണ് വീട്ടിൽ വന്നത്. അതും 12:30 മണിക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും ടൈം ഇരുന്നിട്ട് പോലും പിന്നീട് പൾമോൻ്റെ ഡോക്ടർ വന്ന് നോക്കിയില്ല. ഹെമറ്റോളജി ഡോക്ടർ പറഞ്ഞു പൾമോൻ്റെ ഡോക്ടറാണ് നോക്കേണ്ടത്, കാരണം ഡി ഡൈമർ കുറച്ച് ഹൈ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡി ഡൈമർ ഹൈ ആകുമ്പോൾ നോർമലി നമുക്ക് ക്ലോട്ടിങ് ചാൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് ഡി ഡൈമർ ഹൈ ആവുന്നത്.
അങ്ങനെ പൽമ ഡോക്ടറെ കാത്തുനിന്നു 12:30 മണിയായിട്ടും വന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആബ്സെൻസ് ഒന്ന് എഴുതും, കുഴപ്പമില്ല എന്നും പറഞ്ഞ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വേദനയും കൊണ്ട് പോയിട്ട് എനിക്ക് തലവേദനയായി, പിന്നെ വോമിറ്റിംഗ് ആയി, പനിയായി, അങ്ങനെയാണ് തിരിച്ചു വന്നത്. ഞാൻ അത്രയും ടൈം ആ കാഷ്വാലിറ്റിയിൽ പുറത്തിരുന്നിട്ട് അങ്ങനെ പിന്നെ വീട്ടിൽ വന്നു. ഇന്നലെ ഞാൻ എന്നിട്ട് ന്യൂറോ ഡോക്ടറെ കണ്ടപ്പോൾ ന്യൂറോ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് എന്നെ അന്ന് വന്നിട്ട് ആബ്സെൻസ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു എന്നെ അത്രയും നേരമായിട്ട് ഇരുന്നിട്ട് അവർ നോക്കിയില്ല, കുറേ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു, ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിച്ച് അവസാനം 12 മണി വരെ നിർത്തിയിട്ട് പിന്നെ അവർ ഒരു റെസ്പോൺസും ചെയ്തില്ല, അങ്ങനെ ഞാൻ തിരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർക്ക് അയ്യോ ഇവളുടെ അടുത്ത് ചോദിച്ചു പോയല്ലോ എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി തോന്നുന്നു. അപ്പോൾ അതൊക്കെയാണ് എമർജൻസി വന്നാലുള്ള സിറ്റുവേഷന്. ശരിക്കും ഈ ഒരു സംഭവം ഞാൻ അന്ന് റെസ്പോണ്ട് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഇതിനെക്കാട്ടും കൂടുതലായിട്ട് പ്രതികരിച്ചു പോയേനെ, കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ പോയത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ ഉള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, കാരണം ഞാൻ പല ക്യാൻസർ സർവൈവേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇൻസ്പയർ ചെയ്യുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പ്രൗഡാണ് അവരൊക്കെ ഇൻസ്പയർ ചെയ്യുന്നത് കാണുന്ന സമയത്ത്. ഇത്രയും വേദന സഹിച്ചിട്ട് നമുക്ക് ഇതേപോലെയൊക്കെ പറയാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ബ്ലെസ്സാണല്ലേ. അപ്പോൾ എനിക്കും സത്യം ഭയങ്കര ബ്ലെസ്ഡായിട്ട് തോന്നും. പിന്നെ ഓരോ ദിവസവും മരണം മുന്നിൽ കണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അസുഖം എന്ന് പറയുന്നതിനൊരു പേടി ഇപ്പോൾ തോന്നുന്നില്ല സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ഇതാണ്, കാരണം മേ ബി എന്തും സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ, പറ്റുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇതേപോലെ പോകട്ടെ ആണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളൊരു ചിന്താഗതി. ഓരോ മെൻറ്റാലിറ്റി ആണല്ലോ ഓരോ ടൈമിൽ. അപ്പോൾ ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, എന്താണെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളെ തളർത്താൻ 100 പേരുണ്ടെങ്കിലും നിങ്ങൾ തളരാതെ മുന്നോട്ട് പോവാം. നിങ്ങളെ തളർത്താൻ 100 പേരുണ്ടാവും, പക്ഷെ നിങ്ങൾ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പോലും തളരില്ല. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ സത്യം എന്നാതെ മുടി മുറിച്ച സമയത്ത് ഭയങ്കര സങ്കടം വന്നുള്ള കോൺഫിഡൻസ് മൊത്തം ഇവിടെ പോയി എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്ത് തലയൊക്കെ വാഷ് ചെയ്ത് ഒന്ന് ഉളവൊക്കെ എടുത്ത് എന്താ പറയുക, കുറച്ച് നേരം അങ്ങനെ മൈൻഡ് റിലാക്സ് ആയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ചിട്ട് ഓരോരോ ആൾക്കാരുടെ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചപ്പോൾ മുമ്പ് അനുഭവിച്ച കുറേ പ്രതിസന്ധികളൊക്കെ ആലോചിച്ച സമയത്ത് ഞാൻ ആലോചിച്ചു അൽഹംദുലില്ലാ എനിക്കിപ്പോൾ ഇതേപോലെയെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതന്നെ എനിക്ക് ഭയങ്കര ബ്ലെസ്ഡാണ്. അപ്പം അൽഹംദുലില്ലാ. അപ്പം എല്ലാവരും ദുആ എനിക്കറിയാം, എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു യൂട്യൂബ് ചാനലിലുള്ള ജെസ്സി ഇത്താക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല, അപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കുറേ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പഠിച്ചവൻ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയില്ലല്ലോ, നമ്മളെ ഓരോരോ ആൾക്കാരുടെ ജീവിതത്തിലും. അപ്പോൾ എല്ലാം ഹയർ ആവട്ടെ ഇൻഷാ അല്ലാ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.